നിർമ്മിത ബുദ്ധിയിലൂടെ വികസനത്തിന്റെ പുതുവഴി തേടി കേരളം. രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവിന് കൊച്ചിയിൽ തുടക്കമായി. ഉദ്ഘാടന വേദിയുടെ തത്സമയ ചിത്രം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിന്റെ നാടിയും ഞരമ്പുമാകാൻ കേരളത്തിന് കഴിയുമെന്ന പ്രഖ്യാപനത്തോടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ജനറേറ്റീവ് AI കോൺക്ലേവ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്തത്. ജനറേറ്റീവ് AIയുടെ ഹബ്ബായി സംസ്ഥാനത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സർക്കാർ പൂർണ്ണ സഹകരണം നൽകുമെന്നും മുഖ്യമന്ത്രി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞു. This is indeed a stepping stone towards elevating Kerala into the hub of generative artificial intelligence in the country as we explore AI's transformative potential and its impact on our society and economy. Kerala's well-recognized industrial and startup ecosystem is rapidly emerging as a hotspot for top AI startups and companies. Numerous AI startups in our state are pushing the boundaries of innovation, some of whom have showcased their advancements in the exhibition area here today. സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര IT ഭീമൻ IBMുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ കോൺക്ലേവിൽ ജെൻ AI മേഖലയിൽ നിന്നുള്ള അന്താരാഷ്ട്ര വിദഗ്ധർ, വ്യവസായ പ്രമുഖർ, നയരൂപകർത്താക്കൾ, ഇന്നവേറ്റർമാർ തുടങ്ങിയവരാണ് പങ്കെടുക്കുന്നത്. പ്രഭാഷണങ്ങൾ, പാനൽ ചർച്ചകൾ, സംവേദനാത്മക സെഷനുകൾ എന്നിവയാണ് സമ്മേളനത്തിലെ പ്രധാന അജണ്ട. നിർമ്മിത ബുദ്ധിയുടെ പരിവർത്തന സാധ്യതകളും സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും അതിന്റെ സ്വാധീനവും സമ്മേളനം ചർച്ച ചെയ്യും. ഡെമോകൾ, ആക്ടിവേഷനുകൾ, വ്യവസായ വിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ച എന്നിവയും കോൺക്ലേവിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്യുക ഈ 2 ദിവസങ്ങളിൽ ലോക സാങ്കേതിക ഭൂപടത്തിൽ കേരളം അടയാളപ്പെടുത്തുന്ന സ്ഥാനത്തെക്കുറിച്ചാവും. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്.